അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്റജു സാഅത്തിൻ ഫി ഹയാത്തി റസൂലില്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുമേനിയുടെ ജീവിതത്തിലെ ഏറ്റവും ഭീഷണമായ നിമിഷങ്ങൾ എന്നാണ് ഉഹദ് യുദ്ധത്തിലെ ഈ അവസ്ഥയെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രം ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവന് ഇത്രമേൽ ഭീഷണി ഉണ്ടായ ഒരു നിമിഷം പരിശുദ്ധ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പിൽ രണ്ട് വഴികളാണ് ഉണ്ടായിരുന്നത്. സാഹചര്യങ്ങളെല്ലാം എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അതോടുകൂടെ നബിയുടെ മുമ്പിൽ രണ്ട് വഴികളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ വഴി തൽക്കാലം പിന്നോട്ട് മാറുക എന്നതായിരുന്നു. രണ്ടാമത്തെ വഴി ധൈര്യസമേതം ഇവിടെ നിന്ന് അടരാടുക, തന്നോടൊപ്പം കൂടാൻ വേണ്ടി, ചേരാൻ വേണ്ടി തൻ്റെ അനുയായികളെ ഉറക്കെ വിളിച്ചു വരുത്തുക. ഈ രണ്ട് വഴികളാണ് ഉണ്ടായിരുന്നത്. പിന്നോട്ട് മാറുക എന്നത് ഒരു പ്രവാചകൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എത്ര വില കൊടുക്കേണ്ടി വന്നാലും പടയങ്കി അണിഞ്ഞ ഒരു പ്രവാചകൻ യുദ്ധത്തിൽ നിന്ന് ഏത് സാഹചര്യത്തിലും പിന്മാറാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് നബി രണ്ടാമത്തെ വഴിയാണ് സ്വീകരിച്ചത്. നബിക്ക് മനസ്സിലായി, നബിയോടൊപ്പം ഏതാനും ആൾക്കാർ മാത്രമേ ഉള്ളൂ. ചരിത്രം പറയുന്നത് 7 പേരോ അല്ലെങ്കിൽ 9 പേരോ മാത്രമാണുള്ളത്. ബാക്കിയുള്ളവരെല്ലാവരും ശക്തമായ കൺഫ്യൂഷനിൽപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇനി എന്ത് എന്നത്. അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് അതിന് ഊർജം പകർന്നുകൊണ്ട് ഖുതില മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന ഒരു കിംവദന്തി യുദ്ധക്കളത്തിൽ പരന്നത്. സത്യത്തിൽ ഒരുപക്ഷെ ഏതെങ്കിലും വിദ്വാൻ മുസ്ലിമീങ്ങളുടെ മനോവീര്യം തകർക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു അനുമാനം കൂടിയുണ്ട്. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെടുകയുണ്ടായി. അദ്ദേഹത്തെ കൊന്നയാൾ വിളിച്ചു പറഞ്ഞതാവാം. കാരണം ഏതാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ ചുവന്ന വെളുത്ത നിറമുള്ള ആളായിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ താൻ കൊന്നത് മുഹമ്മദ് നബിയെ ആണ് എന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാവാം. ഏതായിരുന്നാലും മുഹമ്മദ് നബി കൊല്ലപ്പെട്ടു എന്ന ആ വാർത്ത, ആ കിംവദന്തി, അത് യുദ്ധക്കളത്തിൽ പടർന്നതോടുകൂടെ കുറേ ആൾക്കാർ മാനസികമായി തകർന്നു. നബി പോയെങ്കിൽ പിന്നെ ഇനി എന്ത് യുദ്ധം എന്ന അവസ്ഥയിലേക്ക് വന്നു പല ആൾക്കാരും. മാത്രമല്ല, വലിയ പൊടിപടലങ്ങളാണ് പൊന്തുന്നത്, ആർത്തനാദങ്ങളാണ് ഉയരുന്നത്, ആകെ ശബ്ദവും കോലാഹലവും. ഇതിൻ്റെ ഇടയിലൊക്കെ നബി ജീവിച്ചിരിപ്പുണ്ടോ, ഉണ്ടെങ്കിൽ നബി ഏതു ഭാഗത്താണ് എന്നൊന്നും അറിയാൻ തന്നെ ജീവനോളം സ്നേഹിക്കുന്ന അനുയായികൾക്ക് യാതൊരു മാർഗവും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് അവർ എൻ്റെ അടുക്കിലേക്ക് വരാത്തത് എന്ന് നബി മനസ്സിലാക്കി, അനുമാനിച്ചു. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിദ്യ പ്രയോഗിച്ചു. ഹലുമ്മു ഇലയ്യ, എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സഹാബിമാർ തൻ്റെ ശബ്ദം കേട്ടാൽ തീർച്ചയായും തിരിച്ചറിയും, അവർ വരും. ഇത്തരമൊരു സാഹചര്യത്തിൽ കൈയൊഴിക്കുന്നവരല്ല അവർ. നബിക്കത് നന്നായി അറിയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദം പക്ഷേ മുസ്ലിമീങ്ങളുടെ കർണപുടങ്ങളിൽ, മനസ്സുകളിൽ എത്തുന്നതിന് മുമ്പ് എത്തിയത് യുദ്ധക്കളത്തിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞ മുശ്രിക്കീങ്ങളുടെ ചെവിയിലായിരുന്നു. അതുകൊണ്ട് ആ ശബ്ദത്തിൽ നിന്ന് അവർ 2 കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടിട്ടില്ല എന്ന്. രണ്ടാമത്തേത്, ആ ശബ്ദത്തിൻ്റെ ഉറവിടത്തിലാണ് മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് എന്ന്. അതോടുകൂടെ ആ പോയിന്റിലേക്ക് അവർ ആക്രമണത്തെ കേന്ദ്രീകരിച്ചു. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പുറകെ ഒരാളായി നബിയോടൊപ്പം ഉണ്ടായിരുന്ന 9-ൽ 7 പേരും കൊല്ലപ്പെട്ടു. അവസാനം 2 ആൾക്കാർ മാത്രം നബിയുടെ മുന്നിലും പിന്നിലുമായി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന തൽഹത്ത് ബിൻ ഉബൈദുല്ലാ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. പിൽക്കാലത്ത് എന്തായിരുന്നു ഉഹദിലെ അവസ്ഥ എന്ന് ചോദിച്ചാൽ അതെന്ത് പറയാനാ? ഉഹദ് യുദ്ധം അത് തൽഹയുടെയും സഅദ് ബിൻ അബി വഖാസിൻ്റെയും ദിവസമായിരുന്നില്ലേ എന്നായിരുന്നു എല്ലാവരും പറയുമായിരുന്നത്. പക്ഷേ സഅദ് റളിയല്ലാഹു പറയുന്നു, ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രക്ഷക്കെത്തി. നബിയുടെ വലതും ഇടതുമായി ശുഭ്ര വസ്ത്രധാരികളായ 2 പേർ പടവെട്ടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.